കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി പണം സമാഹരിക്കുന്നതിനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് പുറത്തിറക്കിയ മസാല ബോണ്ടുകൾ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നിയമപരമായ വെല്ലുവിളികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ KM എബ്രഹാം എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഭരണകക്ഷിക്കും സർക്കാരിനും കനത്ത സമ്മർദ്ദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസമാഹരണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെ 1999 കിഫ്ബി രൂപീകരിച്ചതെങ്കിലും 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കിഫ്ബിക്ക് പുതിയ രൂപവും ഭാവവും നൽകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മോട്ടോർ വാഹനങ്ങൾക്കുമുള്ള സെസ്സിൽ നിന്നുള്ള വരുമാനം, ലോട്ടറി വരുമാനം തുടങ്ങിയ കിഫ്ബിക്ക് നൽകി ഇവയുടെ അടിസ്ഥാനത്തിൽ ബോണ്ടുകൾ പുറത്തിറക്കി കടമെടുക്കാനുള്ള അധികാരം കിഫ്ബിക്ക് ലഭിച്ചു. അങ്ങനെ 2019 കിഫ്ബി തങ്ങളുടെ സുപ്രധാനമായ ധനസമാഹരണ ദൗത്യത്തിനായി ഒരു വഴി തിരഞ്ഞെടുത്തു: മസാല ബോണ്ട്. ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന് പണം സമാഹരിക്കാൻ ഉപയോഗിക്കുന്ന കടപ്പത്രങ്ങളാണ് മസാല ബോണ്ടുകൾ. ഇതിന്റെ പ്രധാന പ്രത്യേകത ഈ ബോണ്ടുകൾ ഇന്ത്യൻ രൂപയിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നതാണ്. സാധാരണയായി അന്താരാഷ്ട്ര ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഡോളറിലോ യൂറോയിലോ ആയിരിക്കും. എന്നാൽ രൂപയിൽ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കറൻസി വിനിമയ നിരക്കിലെ വ്യതിയാനം മൂലമുണ്ടാകുന്ന റിസ്ക് നിക്ഷേപകനിലേക്ക് മാറുന്നു. ഇത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനത്തിന് ആശ്വാസകരമാണ്. 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബി 9.72% പലിശ നിരക്കിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ സമാഹരിച്ചു. കിഫ്ബിയുടെ ഈ നീക്കം ശ്രദ്ധേയമായിരുന്നു. കാരണം ഒരു സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം വിദേശ വിപണിയിൽ നിന്ന് നേരിട്ട് ഇത്രയും വലിയ തുക സമാഹരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കാനായി തീരുമാനിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി ബോണ്ട് യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾക്ക് അന്തിമ അംഗീകാരം നൽകിയത്. മസാല ബോണ്ട് ഇറക്കി ധനസമാഹരണം നടത്തിയ നടപടിയിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയം പ്രകടിപ്പിച്ചതോടെയാണ് കേസിന്റെ തുടക്കം. വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് EDയുടെ പ്രധാന ആരോപണം. ഇന്ത്യയിലെ വിദേശ നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന നിയമമാണ് 1999 ഫെമ. ഇന്ത്യയുടെ വിദേശ വ്യാപാരവും പണമിടപാടുകളും സുഗമമാക്കുക, വിദേശ നാണ്യ വിപണിയുടെ ചിട്ടയായ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ സ്ഥാപനങ്ങൾ പണം സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ആ പണം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ ചട്ടങ്ങൾ ഫെമയിലുണ്ട്. കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് EDയുടെ കണ്ടെത്തൽ. EDയുടെ വാദങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് നിരവധി വിഷയങ്ങളിലാണ്. മസാല ബോണ്ട് ഇറക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ചില പ്രത്യേകതരം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നു എന്നും ED ആരോപിക്കുന്നു. വിദേശ കടപ്പത്രങ്ങളിലൂടെ സമാഹരിക്കുന്ന പണം ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഫെമയുടെ പരിധിയിൽ RBI പുറപ്പെടുവിച്ച ചട്ടങ്ങളിൽ വ്യക്തതയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പണം ഉപയോഗിക്കാമെങ്കിലും കിഫ്ബിയുടെ ഘടനയും പ്രവർത്തന രീതിയും ഈ നിയമപരമായ ചട്ടക്കൂടിന് വിരുദ്ധമാണെന്നാണ് EDയുടെ വാദം. ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം എടുത്ത രീതിയിലും തുടർ നടപടികളിലും ഭരണപരവും സാമ്പത്തികവുമായ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ED ആരോപിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ 3 വർഷത്തിലേറെ നീണ്ട വിശദമായ അന്വേഷണമാണ് ED നടത്തിയത്. ഇതിന്റെ ഭാഗമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് 2 തവണ സമൻസ് അയച്ചിരുന്നു. കിഫ്ബി ഹാജരാക്കിയ രേഖകളും മറ്റു വിവരങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഫെമ നിയമപ്രകാരം ചട്ടലംഘനം കണ്ടെത്തിയാൽ EDയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെയാണ് കേസ് എത്തുന്നത്. ഈ അതോറിറ്റിയാണ് നിയമലംഘനം സ്ഥിരീകരിക്കുന്നതിനും പിഴ ചുമത്തുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി തോമസ് ഐസക്, KM എബ്രഹാം എന്നിവർക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസാണ്. നോട്ടീസ് ലഭിച്ചവർ എന്തുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഫെമ നിയമലംഘനത്തിന് കേസെടുക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യരുതെന്ന് വിശദീകരിക്കണം. അതായത് EDയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുള്ള നിയമപരമായ അവസരമാണിത്. നോട്ടീസ് ലഭിച്ചവർക്ക് നേരിട്ടോ തങ്ങളുടെ പ്രതിനിധി വഴിയോ അല്ലെങ്കിൽ അഭിഭാഷകൻ വഴിയോ രേഖാമൂലമുള്ള വിശദീകരണം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കാം. EDയുടെ ആരോപണങ്ങളും നോട്ടീസ് ലഭിച്ചവരുടെ വിശദീകരണവും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി വിശദമായി പരിശോധിക്കും. ഇരുപക്ഷത്തെയും കേട്ട ശേഷം അതോറിറ്റി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. നിയമലംഘനം നടന്നതായി കണ്ടെത്തിയാൽ വലിയ തുക പിഴയായി ചുമത്താൻ അതോറിറ്റിക്ക് അധികാരമുണ്ട്. ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് CPM-ഉം സംസ്ഥാന സർക്കാരും ശക്തമായി ആരോപിക്കുന്നു. കിഫ്ബിയെ തകർക്കാനുള്ള രാഷ്ട്രീയ ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് ഭരണകക്ഷിയുടെ വാദം.
കിഫ്ബിയിലൂടെ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും അവർ പറയുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട ഒരു സാമ്പത്തിക ഇടപാടിൽ ഇ.ഡി. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയപരമായ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കിഫ്ബിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ബോണ്ട് ഇറക്കലിനും മുൻകൈയെടുത്ത മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സ്വീകരിച്ച എല്ലാ നടപടിക്രമങ്ങളും നിയമപരമാണെന്നും ഇ.ഡിയുടെ കണ്ടെത്തലുകൾ നിയമത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണെന്നും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ ഇ.ഡി. അറസ്റ്റ് ചെയ്യുമോ എന്ന ചർച്ചയും സജീവമായിട്ടുണ്ട്. എന്നാൽ ഫെമ നിയമലംഘനം പ്രധാനമായും ഒരു സിവിൽ നിയമലംഘനമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളിലാണ് സാധാരണയായി അറസ്റ്റ് നടക്കുന്നത്. ഫെമ കേസുകളിൽ അറസ്റ്റിനുള്ള സാധ്യത കുറവാണെങ്കിലും നിയമപരമായ സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ലെന്നും നിയമപരമായ വിശദീകരണങ്ങൾ നൽകിയ ശേഷമാകും തുടർന്നുള്ള നടപടികൾ ഉണ്ടാകുക എന്നുമാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസ്, കേരളത്തിന്റെ സാമ്പത്തിക വികസന നയങ്ങൾ, ഫെഡറൽ സംവിധാനത്തിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, കേന്ദ്ര ഏജൻസികളുടെ അധികാര പരിധി എന്നിവ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. കിഫ്ബിയുടെ പ്രവർത്തനം സുതാര്യമാണെന്നും രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചാണ് ബോണ്ട് ഇറക്കിയതെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ ഫെമ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന നിലപാടിൽ ഇ.ഡി. ഉറച്ചു നിൽക്കുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന വിശദീകരണങ്ങളും തെളിവുകളും ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കും. അതോറിറ്റിയുടെ അന്തിമ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും പിഴ ചുമത്തേണ്ടി വരുമോ ഇല്ലയോ എന്നത്. അതോടൊപ്പം കേസിന്റെ നിയമപരമായ പോരാട്ടങ്ങൾ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും നീളാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിയമപരമായ പ്രതിരോധം തീർക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. ഈ കേസ് കേരള രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല.